94 സീറ്റുകളിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ലീഡ് ചെയ്യുകയാണ്. അത് തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഭൂമിയിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് കടക്കുന്നില്ല NDA എന്നുള്ളൊരു വിഷയം. ആറ്റിങ്ങലിലെ ലീഡ് വരുന്നു. അടൂർ പ്രകാശിന്റെ 2555 ഉയർന്നിരിക്കുന്നു. ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്. രഞ്ജിത്ത്, ആറ്റിങ്ങൽ പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അവസാനം കുറേയേറെ മണ്ഡലങ്ങൾ, കുറേയേറെ ബൂത്തുകൾ എണ്ണാൻ ബാക്കി വരുമ്പോൾ ആറ്റിങ്ങലാണ്, ആറ്റിങ്ങലും മാവേലിക്കരയുമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറുന്ന മണ്ഡലങ്ങൾ. ആറ്റിങ്ങലും മാവേലിക്കരയും. കാസർഗോഡ് മാവേലിക്കരയും. അപ്പോൾ തൃശൂർ എന്തായാലും BJP ഉറപ്പിച്ചു എന്ന് തന്നെ രഞ്ജിത്ത് പറയുകയാണ്. അതെ, 25,000 കടന്നു എന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അപ്പോൾ നമുക്കിനി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത മണ്ഡലങ്ങളാണ്. വയനാട് ഉറപ്പിച്ചു, എറണാകുളം ഉറപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5000-ത്തിനടുത്ത്. രാജീവ് ചന്ദ്രശേഖരൻ 5000 കടന്നു. $4,948 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ BJP 2 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 20,000-ന് മുകളിൽ 5,000-ഓളം വോട്ടുകളുടെ ലീഡ് രാജീവ് ചന്ദ്രശേഖരന്. അങ്ങനെ 2 സീറ്റുകളിൽ BJP കേരളത്തിൽ ലീഡ് ചെയ്യുകയാണ്. രഞ്ജിത്ത്, പക്ഷേ തിരുവനന്തപുരം അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചാണല്ലോ. ഒരു സംശയമില്ല മുന്നേറ്റം. തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിലൊക്കെയാണ് BJP ലീഡ് ചെയ്യുന്നത്. അവരുടെ മണ്ഡലങ്ങളായ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം എണ്ണുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ ഈ റൗണ്ടുകൾ അങ്ങോട്ട് മാറുമ്പോഴേക്കും ഇത്തരമൊരു ലീഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ LDF-ന്റെ വോട്ടുകൾ വളരെ കൃത്യമായി പന്നിൻ രവീന്ദ്രന് പോൾ ചെയ്താൽ അത് രാജീവ് ചന്ദ്രശേഖരന് സഹായകരമാകും. ശരിയാണ്. അവസാന 2 റൗണ്ടുകളിൽ പാറശാലയും കോവളവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഏകദേശം ഒരു 60ഓളം ബൂത്തുകൾ ആ മേഖലയിൽ നിന്ന് മാത്രമായിട്ടുണ്ടായിരിക്കും. അതാണ് BJPക്ക് തിരുവനന്തപുരത്ത് പ്രശ്നമാകുന്നത്. പക്ഷേ അതുവരെ ലീഡ് കൂട്ടണം, ഒരു 20,000 വരെ എത്തിക്കണം. 13 തിരുവനന്തപുരത്തിന്റെ ഫലം നമുക്ക് പറയാറായിട്ടില്ല മഞ്ജുഷ. തിരുവനന്തപുരത്ത് ഇപ്പോഴും വോട്ടുകൾ ഒരുപാട് എണ്ണാനുണ്ട്. പക്ഷെ തൃശൂർ ഏതാണ്ട് സുരേഷ് ഗോപി ഉറപ്പിച്ച മട്ടാണ്. തിരുവനന്തപുരത്തിന്റെ ഫല സൂചനകൾ ഉറപ്പിക്കാനായിട്ടില്ല. 5,000-ന് മുകളിൽ ലീഡെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ലീഡാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ പോലും 10,000-ന് മുകളിൽ ലീഡ്, 10,000-ഓളം വോട്ടുകൾ ലീഡ് മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് പറഞ്ഞിരുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം. പത്തനംതിട്ടയിൽ എന്തായാലും ആന്റണി സേഫ് ആയിട്ട് പോകുന്നുണ്ട്. 7,788 അല്ലേ? പത്തനംതിട്ട 7,788 ലീഡ് കൂടിയിട്ടുണ്ട്. 60,000-ത്തിനടുത്തേക്ക് ലീഡ് ഉയർത്താൻ 60,000 കടന്നു. എറണാകുളത്ത് ഹൈബ്രിഡ് ലീഡ്. പത്തനംതിട്ടയിൽ ഐസക് പിന്നിൽ, മുന്നിൽ ആന്റണി. അതായത് നല്ലൊരു ലീഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഷാഫിയുടെ ലീഡ് 20,000-ത്തിനടുത്തേക്ക്. ഷാഫിയുടെ ലീഡ്. വടകരയിലും ഇനി ഒരു പിന്നോട്ട് പോക്കില്ല UDF-നെ സംബന്ധിച്ച്. കോഴിക്കോട് MK രാഘവൻ തന്നെ ജയിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇനി ഒരു സംശയമില്ല. 50,000-ത്തിനടുത്തേക്ക് ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. മാവേലിക്കരയിൽ ലീഡ് കൂടുകയാണല്ലോ രഞ്ജിത്ത്. 4,300. കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ ലീഡ് ഏതാണ്ട് 5,000-ത്തിനടുത്തായി എന്നുള്ളതാണ്. അവസാന റൗണ്ടുകളിൽ കൊടിക്കുന്നിൽ തന്റെ പ്രഭാവം തിരിച്ചുപിടിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഉണ്ടായാലും കൊടിക്കുന്നിൽ ജയിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ അറിയാവുന്ന നേതാവാണ് കൊടിക്കുന്നിൽ എന്ന കാര്യം കൃത്യമായിരുന്നു. നമുക്ക് വ്യക്തമാകുന്ന മലപ്പുറത്ത്, വയനാട്ടില്, കോഴിക്കോട്ട്, കൊല്ലത്ത്, പത്തനംതിട്ടയില്, എറണാകുളത്ത്, ഇടുക്കിയില്, ചാലക്കുടിയിലൊക്കെ UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡും കണ്ണൂരും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. വടകരയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ചാലക്കുടിയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ആലത്തൂർ മാത്രം ചുവപ്പ് കോട്ടയായി നിലനിൽക്കുന്നു. പച്ചത്തുരുത്തായി LDF-ന് കേരളത്തിൽ മാത്രമല്ല, ഇത്തവണ 1,00,000-ന് മുകളിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ലീഡ് കിട്ടാൻ ഏതാണ്ട് 8-9 മണ്ഡലങ്ങൾ UDF-ന് ഉണ്ടായിരിക്കുമെന്ന്. ഇപ്പോൾ തന്നെ 80,000-ന് മുകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില ഉയർന്നു. വയനാട്ടിൽ ഉറപ്പാണ്, ഇടുക്കിയിൽ ഉറപ്പാണ്, എറണാകുളത്ത് ഉറപ്പാണ്, കൊല്ലത്ത് ഉറപ്പാണ്, മലപ്പുറത്തും പൊന്നാനിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയൊക്കെ 1,00,000-ന് മുകളിൽ വോട്ടുകളുടെ ലീഡ് ഉറപ്പായി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ 2019-ന് സമാനമായ രീതിയിൽ UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന 2 മണ്ഡലങ്ങൾ BJP പിടിക്കുകയാണ്. അതിലൊന്ന് തൃശൂർ BJP എടുക്കുന്നു. അത് UDF-നെ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും കോൺഗ്രസിനുള്ളിൽ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് ഉയർത്തുന്നു. അതും ചോദ്യം ചെയ്യപ്പെടും. ഈ 2 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാൽ
കഴിഞ്ഞാൽ UDF തരംഗം എന്നതിന് വലിയ തിരിച്ചടിയായി മാറും. BJP ആണ് പിടിക്കുന്നത്, CPM അല്ല എന്നതും വലിയ ചോദ്യചിഹ്നമായി മാറും. അത് മാത്രമല്ല 2 സീറ്റുകൾ BJP നേടുകയാണെങ്കിൽ CPM ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ അതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകും. അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് എന്തായിരിക്കും സ്ഥിതി? ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തിൻ്റെത്. അവിടെയാണ് ഇപ്പോൾ എത്ര 5000 വോട്ടുകളുടെ ലീഡ് ആയിട്ടില്ല അല്ലേ? 5000ലേക്ക് വന്നിട്ടില്ല. പക്ഷേ 4700 സംതിങ് വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 25000 കടന്നു. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ലീഡ് 25000 കടന്നു. 25000 കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നു. കേരളത്തിൽ താമര വിരിയുന്നു. അങ്ങനെ കേരളത്തിൽ താമര വിരിയുകയാണ്. സുരേഷ് ഗോപി 25000ത്തിന്റെ ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത് VS സുനിൽകുമാറാണ്. സുനിലിനെ അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിക്കൊടുക്കുകയാണ്. സ്ഥാനത്തേക്ക് കെ മുരളീധരൻ വരുന്ന കാഴ്ച. അതിനിടയിൽ വടകരയിൽ 1,00,000 അടുത്തേക്ക് ഷാഫിയുടെ ലീഡ് 23000 കടന്നിരിക്കുന്നു. ഷാഫിയുടെ ലീഡ് ഷാഫി പറമ്പിൽ നല്ല വടകര കാഴ്ചവെക്കുകയാണ്. വടകര എന്തായാലും വടകരയിലും ഇനി ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. ടീച്ചർക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ റൗണ്ട് വരുമ്പോഴും ഷാഫി നില മെച്ചപ്പെടുത്തുകയാണ്. മാത്രമല്ല കൂത്തുപറമ്പും തലശ്ശേരിയും ഒക്കെ അവിടെയും വലിയ രീതിയിൽ ലീഡ് നേടുവാനായിട്ട് കഴിയുന്നില്ല ശൈല ടീച്ചർക്ക് എന്ന പ്രത്യേകതയും കിട്ടിയ 84,000 എന്നൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ. ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 67,000 ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ലീഡ് അവിടെ കിട്ടും. ET മുഹമ്മദ് ബഷീറിന് സേഫ് ആണ്. മലപ്പുറവും UDFന് സ്വന്തമായി, എറണാകുളം സ്വന്തമായി, പൊന്നാനി സ്വന്തമായി, കൊല്ലം നേരത്തെ തന്നെ ഉറപ്പിച്ചു. ഇനി ആലപ്പുഴയിലും തിരിച്ചുപോക്കില്ല. പാലക്കാട് ശ്രീകണ്ഠൻ വീണ്ടും ജയിക്കുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫൈറ്റ് അതും വിജയം കാണുകയാണ്. കാസർഗോഡ് 12,000 കടന്നു. ഉണ്ണിത്താൻ 12,000 കടന്നു കാസർഗോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് മത്സര സ്വഭാവമുള്ള പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുകയാണ്. ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ് തലസ്ഥാന നഗരിയിലെ 2 മണ്ഡലങ്ങളിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. അവിടെ 2 മണ്ഡലങ്ങളിലും BJP പത്തനംതിട്ടയിൽ ആന്റോയുടെ ലീഡ് കൂടി. അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു. 948. ആറ്റിങ്ങൽ 948. ആറ്റിങ്ങൽ വീണ്ടും കടുത്ത മത്സരത്തിലേക്ക് വരുന്നു. അടൂർ പ്രകാശ് 2000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വോട്ട് കുറഞ്ഞു. UDFന് വലിയ ലീഡ് 20,000 അടൂർ പ്രകാശിന്റെ ലീഡ് 948 കുറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ 1000 കൂടുതലുണ്ടായിരുന്നു. 1000 താഴെ അടൂർ പ്രകാശ് എത്തുന്നതും സവിശേഷമായ സാഹചര്യത്തിലാണ്. കാരണം ആറ്റിങ്ങലിൽ വലിയ മത്സരം, ത്രികോണ പോരാട്ടം നടന്ന ആറ്റിങ്ങലിൽ വലിയ മത്സരം നടക്കുന്നു. അവിടെ മുരളീധരന്റെ വോട്ടുകൾ നിർണായകമാകുന്നു. 27,000 കടന്നു സുരേഷ് ഗോപി. ഓരോ റൗണ്ടിലും സുരേഷ് ഗോപി തന്റെ ലീഡ് ഉയർത്തുകയാണ്. 27,000 കടന്നാണ് അങ്ങനെ ആറ്റിങ്ങലും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. കാരണം അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു. 1000ന് താഴെ വന്നിരിക്കുന്നു. 948 ആയിരിക്കുന്നു. അങ്ങനെ ആറ്റിങ്ങൽ സ്വന്തമാക്കാൻ LDFന് കഴിയുമോ? ആലത്തൂരല്ലാതെ ആറ്റിങ്ങൽ കൂടി സ്വന്തമാക്കി